അംബാസിഡർ പോലെയുള്ള കാറുകളിൽ ചിലത് വളരെയധികം സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചവിട്ടിയാൽ അത് അവിടെ തന്നെ നിൽക്കാതെ കുറച്ചു നേരം കൂടി മുന്നോട്ട് നീങ്ങിയേ നിൽക്കും. എന്നാൽ പുതിയ ഇനം കാറുകൾ അങ്ങനെയല്ല. അത് എത്ര സ്പീഡിൽ വന്നാലും ബ്രേക്ക് ഇട്ടാൽ അവിടെ തന്നെ നിൽക്കും. അമേരിക്കയിൽ ബെൻസ് കാറിന്റെ ഒരു പരസ്യം എങ്ങനെയാണ്? ഒരു ബെൻസ് കാർ 200 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറിന്റെ പിൻസീറ്റിൽ സുന്ദരിയായ യുവതി ഒരു ഗ്ലാസ് നിറയെ വെള്ളം അവരുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇത്രയും സ്പീഡിൽ വരുന്ന കാറ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. എന്നാൽ ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്തു പോകുന്നില്ല. ഇപ്രകാരമാണ് സാധാരണക്കാരും മഹാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. സാധാരണക്കാരായ മനുഷ്യരിൽ ദേഷ്യം വരുത്തിവെക്കുന്ന ആപത്ത് വളരെ വലുതാണ്. ദേഷ്യം നിയന്ത്രിക്കാൻ ഒരുവനുള്ള കഴിവ് ഒരു നല്ല കാറിന്റെ ബ്രേക്ക് പോലെയാണ്. ഒരാൾ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാതിരിക്കുന്നത് കൊണ്ട് എത്രയെത്ര നല്ല ജീവിതങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്. ഒരിക്കൽ ഒരു കമ്പനിയുടെ മാനേജർ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതിന് മുൻപ് പ്രാതൽ കഴിക്കാനായി വന്നിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അരികിൽ വന്ന് തന്റെ കൊച്ചുകുട്ടിയുടെ കൈതട്ടി മേശപ്പുറത്ത് ചായക്കപ്പ് മറിഞ്ഞു വീണു. ചായ ഇദ്ദേഹത്തിന്റെ ഷർട്ടിലും പാന്റിലും ആവുകയും ചെയ്തു. അയാൾ കുട്ടിയോട് ദേഷ്യപ്പെട്ടു. ഭാര്യയെ വിളിച്ച് കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തതിന് വഴക്ക് പറഞ്ഞു. പിന്നീട് വസ്ത്രം മാറുവാൻ ചെന്നപ്പോൾ അത് ഇസ്തിരിയിട്ടിട്ടില്ല. അപ്പോഴും ഭാര്യയെ വിളിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടിയെ സ്കൂളിൽ വിടുവാനായി ചെല്ലുമ്പോൾ കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ യൂണിഫോം അണിയിച്ച് ഒരുക്കിയിട്ടുമില്ല. ഭാര്യയ്ക്ക് ഓഫീസിൽ പോകേണ്ട സമയമായതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യം ഭർത്താവിന് വിട്ടുകൊടുത്ത് അവരങ്ങ് പോയി. അങ്ങനെ ഈ കുട്ടിയെ സമാധാനിപ്പിച്ച് യൂണിഫോം ധരിപ്പിച്ച് ഇറങ്ങിയപ്പോഴേക്കും സ്കൂൾ ബസ് പോയി കഴിഞ്ഞു. പിന്നീട് ഇദ്ദേഹം തന്റെ കാറെടുത്ത് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. നേരം വൈകിയതിനാൽ കാർ ഓവർ സ്പീഡിൽ ഓടിച്ചത് കൊണ്ട് ട്രാഫിക് പോലീസ് പിടിച്ചു, ഫൈൻ അടപ്പിച്ചു. അങ്ങനെ അവിടെ കുറെ സമയം പോയി. ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോഴേക്ക് വൈകിയെത്തിയതിന് പ്രിൻസിപ്പാളിന്റെ വക ശകാരവും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോൾ അവിടെ കമ്പനിയുടെ ചെയർമാൻ കാത്തു നിൽക്കുന്നു. കാരണം അന്ന് വെളിയിൽ നിന്ന് പ്രമുഖനായ ഒരു കക്ഷിയുമായി പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉള്ള ദിവസമാണ്. താമസിച്ചെത്തുന്ന ഇദ്ദേഹത്തെ കണ്ടയുടനെ ചെയർമാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. നിങ്ങൾക്കറിയില്ലേ ഇന്ന് മീറ്റിംഗ് ഉള്ള വിവരം? കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുവാൻ പോകുന്നത്. ഇന്നലെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നേരം വൈകിയെത്തിയത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എത്രയും വേഗം മീറ്റിംഗ്സിന് തയ്യാറാക്കിയ ഫയലുകൾ എടുക്കൂ. മീറ്റിംഗ് തുടങ്ങാൻ അദ്ദേഹം കാത്തിരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴാണ് ഇദ്ദേഹം രാവിലെ ഉണ്ടായ പ്രശ്നങ്ങൾക്കിടയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആ ഫയലുകൾ വെച്ച ബ്രീഫ് കേസ് എടുക്കുവാൻ വിട്ടുപോയ വിവരം ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ ജോലി സ്വാഹ. ഒരു നിസ്സാര കാരണം കൊണ്ട് ഉണ്ടായ ദേഷ്യ പരത്തിവെച്ച വിന. ഇവിടെ ഇദ്ദേഹം ആ ചായ വീണ സമയത്ത് കുട്ടിക്ക് വിവേകബുദ്ധിയില്ലല്ലോ, അപ്പോൾ ഞാനല്ലേ ക്ഷമിക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചെങ്കിൽ ആ ദിവസം ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് പകരം ഉയർച്ചയ്ക്ക് ഉള്ളതായി മാറിയേനെ. യുറേനിയത്തിന്റെ അണുവികിരണം നിയന്ത്രിതമാകുമ്പോൾ അത് ഒരു മഹാനഗരത്തിന് ആവശ്യമായ വൈദ്യുതി നൽകുന്നു. എന്നാൽ അതേ അണുക്കളുടെ തുടർച്ചയായ ഭേദനം അനിയന്ത്രിതമാകുമ്പോൾ ചെയിൻ റിയാക്ഷൻ അത് തന്നെ അണുബോംബായി പൊട്ടിത്തെറിച്ച് ഒരു മഹാനഗരത്തെ ചാമ്പലാക്കുന്നു. ദേഷ്യവും ഇതുപോലെ തന്നെയാണ്. അത് എല്ലായ്പ്പോഴും ഒരു ചെയിൻ റിയാക്ഷന്റെ തുടക്കം കുറയ്ക്കുന്നതാണെന്ന് നാം എപ്പോഴും കരുതിയിരിക്കണം. രാമായണത്തിൽ സേതുബന്ധത്തിന് മുന്നോടിയായ തന്റെ പ്രാർത്ഥനയും വ്രതവും ഒന്നുകൊണ്ട് സമുദ്രദേവൻ പ്രത്യക്ഷനാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ കോപത്തെ വിളിച്ചു വരുത്തി എന്നാണ് വാൽമീകി മഹർഷി വിവരിച്ചിരിക്കുന്നത്. അതായത് പലപ്പോഴും മടിയന്മാരെയും താമസികന്മാരെയും പ്രവർത്തനക്ഷമരാക്കുവാൻ മേലധികാരികൾക്ക് കോപം അഭിനയിക്കേണ്ടി വരും. അതുകൊണ്ട് കോപത്തെ എപ്പോഴും വിശ്വസ്തനായ ദാസനെ പോലെ കണ്ടു പെരുമാറുക. ഒരിക്കലും കോപത്തിന്റെ അടിമയായി മാറാതിരിക്കുക.